യേശു വന്നത് എന്തിനാണ്? തികച്ചും അടിസ്ഥാനപരമായ ചോദ്യമാണ് ഇത് എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടാകുവാൻ യാതൊരു വഴിയുമില്ലല്ലോ. ഈ ചോദ്യം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഉപദേശിയോടോ അച്ഛനോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിരുമേനിയോട് ഒരിക്കലും ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരുമേനിയെ ലിസ്റ്റിൽപ്പെടുത്താത്തത്. ഉപദേശിയോടാണെങ്കിൽ വളരെ ധൈര്യത്തോട് ചോദിക്കും, അച്ഛനോടാണെങ്കിൽ പഞ്ചപുച്ഛമടക്കി ചോദിക്കും, തിരുമേനിയെ കാണുമ്പോൾ കവാത്ത് മറക്കും. ഇതാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ ആഗമനമായ സംസ്കാരമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സാമാന്യമായി ലഭിക്കുന്ന ഉത്തരം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്നാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പോകും. പിന്നെ സ്വർഗത്തിൽ വളരെ സന്തോഷമായിട്ടൊക്കെ അനന്തനാൾ വാഴാം. കാരണം ആർക്കാണ് രാജാവാകാൻ താല്പര്യമില്ലാത്തത്? അതുകൊണ്ട് ആർക്കാണ് വാഴാൻ താല്പര്യമില്ലാത്തത്? അതുകൊണ്ട് ദീർഘകാലം നല്ല അനന്തമായി വാഴാം. അപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് ചോദിക്കുകയാണ്, സ്വർഗം എന്നാൽ എന്താണ് എന്ന് പറയുമ്പോൾ ആകപ്പാടെ സാഹചര്യത്തിൻ്റെ നിറം അല്പം മാറിക്കൊണ്ട് ഇരിക്കും. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണ്, ഈ അനന്തമായി വാണിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചാൽ, അച്ഛന് ആദ്യത്തെ ചോദ്യം വരുമ്പോഴേ തന്നെ അരിശം വരും. ഉപദേശിക്ക് രണ്ടാമത്തെ ചോദ്യം വരുമ്പം അരിശം കൊണ്ട് മൂക്കും. അപ്പോൾ ഇതാണ് വാസ്തവത്തിലുള്ള അവസ്ഥ. ഈ വിഷയത്തെപ്പറ്റി ഞാൻ അല്പമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില ലളിതമായ സത്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ യേശു രക്ഷകനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ യേശു നമ്മെ രക്ഷിക്കുന്നത് നമ്മളിൽ നിന്നാണ്, സാത്താനിൽ നിന്നല്ല, ലോകത്തിൽ നിന്നല്ല. യേശു രക്ഷിക്കുന്നത് നമ്മിൽ നിന്നാണ് യേശു രക്ഷിക്കുന്നത്. കാരണം സാർവലൗകികമായി മനുഷ്യന് രക്ഷ ആവശ്യമായിരിക്കുന്നത് പിശാചിൻ്റെ പിടിയിൽ നിന്നല്ല, ലോകത്തിൻ്റെ അപകടകരമായ സ്പർശനത്തിൽ നിന്നല്ല, യുദ്ധത്തിൽ നിന്നല്ല, ക്ഷാമത്തിൽ നിന്നല്ല, കൊടുങ്കാറ്റിൽ നിന്നല്ല, ഭൂമികുലുക്കത്തിൽ നിന്നല്ല. അത് വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് രക്ഷ വേണ്ടത് എന്നിൽ നിന്നാണ്. വ്യക്തമായി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എനിക്ക് രക്ഷ വേണ്ടത് എന്നിൽ നിന്നാണ്. ഇതാണ് ഇന്നത്തെ സത്യം. അത് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം മാത്രം വായിച്ചു കഴിയുമ്പോൾ ഇത് വേണ്ടതുപോലെ സ്പഷ്ടമാകും എന്നാണ് ഞാൻ കരുതുന്നത്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള 5 വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിപ്രകാരമാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രയേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ പാപം എന്നത് ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥയാണ്. ഈ അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ മാനുഷികമായ സാധ്യതകളുടെ മേന്മ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. അങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, സംശയമില്ല. പക്ഷേ ആഗ്രഹമായി നിൽക്കുകയും പ്രവൃത്തി വേറൊരു വഴിക്ക് പോവുകയും ചെയ്യുന്നു.
ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനെ ആരും തുച്ഛമായി തള്ളുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യൻ്റെ അവസ്ഥ തന്നെയാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് വിടുതലുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശു വന്നത് നമ്മിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന നരകം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലനേക്കാൾ കൂടുതൽ സത്യസന്ധമായും ആത്മാർത്ഥമായും ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരവസ്ഥ ഇനി നമുക്ക് ഞായറാഴ്ച തോറും നാം നടത്തുന്ന കുറ്റസമ്മതം, പാപസ്വീകാരം, അതിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അത് 100% ശരിയാണ്. 100% ശരിയാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഈ അവസ്ഥയുടെ പേരാണ് നരകം എന്നുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്കൊരു സാധ്യതയുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് പുരോഗമിക്കുന്നതിന്, കടന്നു ചെല്ലുന്നതിനുള്ള വഴിയാണ് യേശു എന്ന് യേശു പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്ത് വഴിയാണ്? അപ്പോൾ പറയാം, അങ്ങ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. അത് സ്വർഗം എവിടെയാണ്? മരണശേഷം അങ്ങ് ദൂരെ എങ്ങാണ്ട് മേളിലാണ്. അത് ഭൂമി ഇങ്ങനെ സൗരയൂഥത്തിൽ കിടന്ന് കറങ്ങുന്നതൊന്നും അറിയാൻ മേത്ത കാലത്താണ് ദൈവം അങ്ങ് മേളിലിരിക്കുന്നു, നരകം താഴെ കിടക്കുന്നു. അപ്പോൾ നല്ലവരെ ആൾ താഴോട്ട് പോകും, അല്ലാത്തവർ മേപ്പോട്ട് പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞോണ്ട് അത് പോട്ടെ സാരമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ തന്നെ സ്വർഗവും നരകവും ഉണ്ട്. ആ യാഥാർത്ഥ്യം അനുഭവിക്കാതെ പരലോകത്തിൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വിധത്തിലും നമ്മൾ സത്യത്തിൻ്റെ ഒരു കണിക അവശേഷിക്കുന്നുവെങ്കിൽ നമുക്കൊരു വിധത്തിലും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ സ്വർഗത്തെയും നരകത്തെയും നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നരകമെന്നത് നമ്മിൽ, നാം ദൈവ സൃഷ്ടിയാകിയാൽ നമ്മിൽ നല്ലത് ചെയ്യുവാനുള്ള ആത്മാർത്ഥമായ താല്പര്യം, പ്രവണത ഉണ്ട്. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നന്മ ചെയ്യാനുള്ള പ്രവണത, ആത്മാർത്ഥമായ ആഗ്രഹം നമ്മളിൽ ഇല്ലായിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്താലും സാരമില്ല. പക്ഷേ നാം നമ്മുടെ ഉള്ളിൽ നന്മ ചെയ്യുവാൻ ആത്മാർത്ഥമായി, അതീവമായി ആഗ്രഹിക്കുകയും പക്ഷേ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നാം വെറുക്കുന്ന തിന്മ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം നമ്മുടെ തന്നെ കോൺട്രഡിക്ഷനായി മാറുന്നു. വി ബിക്കം എ സെൽഫ് കോൺട്രഡിക്ഷൻ. നാം രണ്ട് കാലിൽ ചലിക്കുന്ന ഒരു വിരോധാഭാസമായി തീരുന്നു. അതിൻ്റെ പേരാണ് നരകം എന്നുള്ളത്. നരകം ഒരു വിരോധാഭാസമാണ്. മനുഷ്യൻ്റെ നരകം അവനിൽ തന്നെ ഒരു വിരോധാഭാസമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എല്ലാവർക്കും തീർച്ചയായും അടിസ്ഥാനപരമായ ആവശ്യമുണ്ട്. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ലോകത്തിൽ മറ്റൊരു മാർഗവുമില്ല എന്നത് സത്യമാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഏക മാർഗം ക്രിസ്തുവാണ് എന്ന് സുവിശേഷം പറയുമ്പോൾ, അത് പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപാടുമ്പോൾ അതിനോട് യോജിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല എന്നത് ആത്മാർത്ഥമായി സത്യസന്ധമായി വിശ്വസിക്കുവാൻ നമുക്കിടയാകും. എന്നാൽ അതേസമയം നരകം അങ്ങ് ദൂരെ എങ്ങാണ്ടാണ്, പാതാളത്തിന് താഴെ എങ്ങാണ്ട് കിടക്കുകയാണ്, മരണശേഷം മാത്രമേ ഈ നരകം വാതുളിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ ലോകത്തിൽ നരകമുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശേഷമുള്ള ലോകത്തിലും നരകമുണ്ടാകുകയുള്ളൂ. ഈ ലോകത്തിൽ സ്വർഗം അനുഭവവേദ്യം ആയെങ്കിൽ മാത്രമേ പരലോകത്തിൽ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ സത്യത്തോട് വിദൂര ബന്ധമുള്ളൊരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ പച്ചയായ പരമാർത്ഥം. അപ്പോൾ അതുകൊണ്ട് നരകം എന്താണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി സ്വർഗം എന്താണ്? നമ്മിൽ
നമ്മുടെ ഉള്ളിലുള്ള നന്മ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ, അതിൻ്റെ തനതായ മധുരിമയിൽ, അതിൻ്റെ സൗന്ദര്യത്തിൽ, അതിൻ്റെ പൂർണ്ണതയിൽ പ്രവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ ആരൊക്കെ ആയിത്തീരുന്നു അവരെല്ലാം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമായിട്ടാണ് യേശു ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ യേശു സ്വർഗമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഇടയാകണം. എന്നാൽ അതിമ്മണി പ്രയാസമുള്ള കാര്യമാണ്. അതിനുതകുന്ന ഒരു ശുശ്രൂഷയും ആവിഷ്കരിക്കാൻ ഒരു സഭയ്ക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് വളരെ വളരെ കുറുക്കൻ്റെ ബുദ്ധിയോടെ സ്വർഗവും നരകവും അങ്ങ് മരണത്തിന് ശേഷമാണ് അവിടെ അങ്ങ് ദൂരെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, തോഴ ഇങ്ങനെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം പറഞ്ഞാൽ, ഞങ്ങൾക്കിതുമായിട്ട് ഇത് യാതൊരു ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധമായി പ്രയോജനം വരുന്ന ഒരു കാര്യവും ഉപദേശവും മാർഗദർശനവും സഹായവും നൽകുവാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളും പാപ്പരാണ്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ഒരു സാമഗ്രിയുമില്ല എന്ന യാഥാർത്ഥ്യത്തെ നേരെ പറയാതെ വളഞ്ഞ വഴിയെ പറയുന്ന പരിപാടിയാണ് യേശു വന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. യോർദാനക്കരെ, കേരളത്തിൽ കിടക്കുന്നതിന് യോർദാനക്കരെ പോകണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. ഇതൊക്കെ എന്നേ ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നാം അത് തള്ളിപ്പിടിച്ചിരിക്കേണ്ട കാര്യം നാം അടിമകളായതുകൊണ്ടാണ്. ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയാത്തൊരു പുരോഹിത വർഗത്തെ നമ്മുടെ ആത്മീയ നേതാക്കന്മാരായ നാം അവരോധിച്ച് അവരുടെ അടിമത്വത്തിൽ കഴിയുന്നിടത്തോളം കാലം സത്യത്തിൻ്റെ 4 അയലത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം വരുന്ന ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകയില്ല എന്നത് നാം എപ്പോൾ മനസ്സിലാക്കുമെന്ന് ദുഃഖത്തോടെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ദയവായി മനസ്സിലാക്കുക. യേശു വന്നത് നമ്മെ അങ്ങ് ദൂരെ ആകാശവിധാനങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല. യേശു രക്ഷകനായി വന്നു. എനിക്ക് എപ്രകാരമുള്ള രക്ഷയാണ് വേണ്ടത്? എനിക്ക് എന്നിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അപ്പോൾ അതിന് പകരം നാം എന്ന് പറഞ്ഞാൽ ഈ മതം കൊണ്ട് നടക്കുന്ന ആളുകൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ് സാത്താൻ. എന്ത് പറഞ്ഞാലും സാത്താൻ. നിങ്ങൾ ആരെങ്കിലും സാത്താനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അല്ലാതെ അവിടെ ഇങ്ങനെ കൊമ്പും കൊണ്ട് നടക്കുന്നു, വാല് നടക്കുന്നു, കറുത്ത നിറം, പല്ലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, നീണ്ട പല്ല്, കണ്ണിൽ കൂടെ തീ വരുന്നു, വായിക്കൂടെ ആന വരുന്നു, ചേന വരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സാത്താൻ എന്ന സങ്കല്പം എന്താണ്? മനുഷ്യന് അവൻ്റെ അവസ്ഥയെപ്പറ്റി ചുമതല ഏറ്റെടുക്കാൻ വയ്യ. എന്നാൽ അവൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അതിൻ്റെ ചുമതല എനിക്ക് ഏറ്റെടുക്കാൻ വയ്യെങ്കിൽ ആരെങ്കിലും ഒന്ന് അടിച്ചേൽപ്പിക്കണ്ടേ? എന്നാ പിടിച്ചു, സാത്താൻ്റെ മുഖത്തോട്ട് വെച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഉള്ളിൽ നാം വഹിച്ചുകൊണ്ട് നടക്കുന്ന പ്രവണത തന്നെയാണ് എന്നതിന് വല്ല സംശയമുണ്ടോ? നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരവസരത്തിൽ നിങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ച് നിങ്ങളുടെ സ്വഭാവത്തെ ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ഇപ്രകാരമാക്കി വെച്ചത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. എന്നെ ഇപ്രകാരമാക്കി വെച്ചത് ഞാൻ തന്നെയല്ലേ? വേറെ വല്ലവരുമാണോ? ഞാൻ തന്നെയല്ലേ എനിക്ക് എതിരെയായ സാത്താൻ, അല്ലേ? എന്നേക്കാൾ വലിയ സാത്താനുണ്ടോ? എൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ എന്നെ ആക്കി വെച്ച സാത്താൻ ഞാനല്ലയോ? അതുമാത്രം സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ല, നട്ടലില്ല. ജീവിതത്തിൽ ഒരിക്കലും സത്യം പറയരുത്. അതുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ വന്നത് സാത്താനെ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയായിരുന്നു. ഇത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ പോകാൻ മടിയുള്ള പിള്ളേർ ലീവ് എഴുതും. അത് പോകാതെ പിറ്റേ ദിവസം ഇങ്ങനെ ലീവ് ആപ്ലിക്കേഷൻ കൊണ്ട് വരണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച ഒരു മിടുക്കനായ പയ്യൻ
എഴുതിക്കൊണ്ട് വന്ന ലീവാണ്. ആസ് ഐ വാസ് സഫറിങ് ഫ്രം മൈ ബ്രദേഴ്സ് മാരേജ് ഐ കുഡ്ന്റ് കം. ആസ് ഐ വാസ് സഫറിങ് ഫ്രം മൈ ബ്രദേഴ്സ് മാരേജ് ഐ കുഡ്ന്റ് കം. കാരണം സാധാരണ എഴുതുന്ന ആസ് ഐ വാസ് സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്, ആസ് ഐ വാസ് സഫറിങ് ഫ്രം ഡയറി, ആസ് ഐ വാസ് സഫറിങ് ഫ്രം ഫീവർ, അതേ ഫോർമാറ്റ് എടുത്തിട്ട് ആസ് ഐ വാസ് സഫറിങ് ഫ്രം മൈ ബ്രദേഴ്സ് മാരേജ്. മാരേജിൽ വെഡിങ് എന്നാണ് പറയേണ്ടത്, പക്ഷേ മാരേജ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ വുമൺ. വെഡിങ് ഒരു സെറിമണിയാണ്, മാരേജ് ലൈഫ് ലോങ് റിലേഷൻഷിപ്പാണ്. വളരെ സാരം ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും നമ്മൾ ചുമതല ഏറ്റെടുക്കത്തില്ല. അത് ആരുടെയെങ്കിലും പുറത്തു കൊണ്ട് അടിച്ചേൽപ്പിക്കണം. അത് എന്താണ് ഈ വർഷം തോറ്റുപോയത്? അതെ, ഞങ്ങളുടെ വീട്ടിൽ അതായിരുന്നു ഇതായിരുന്നു. ഞങ്ങളുടെ അയൽക്കാരൊരു കാളയെ വാങ്ങിച്ചു. ആ കാള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി മുതൽ പകൽ വരെ അമറിക്കൊണ്ടിരിക്കും. ഈ ശബ്ദം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അല്ല, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട്, ഈ പട്ടി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എന്ത് വേണമെങ്കിലും പറയും. ഇതാണ് മനുഷ്യൻ്റെ ശാപം. നമുക്ക് ഗുണം പിടിക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. മനുഷ്യൻ നന്നാകണമെങ്കിൽ അവൻ്റെ ശോചനീയമായ അവസ്ഥയുടെ സൃഷ്ടികർത്താവ് അവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ സത്യം അംഗീകരിച്ച് അതിനെ സംബന്ധിച്ച് മാനസാന്തരപ്പെടുക. കാരണം ദൈവരാജ്യം അടുത്തിരിക്കുന്നു. ഈ മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിത്തീരുവാൻ ഞാനാണ് ഉത്തരവാദി എന്ന് സമ്മതിക്കാതെ എന്താണ് മാനസാന്തരം? അവിടെയും വല്ലവരും എന്നെക്കൊണ്ട് ഇങ്ങനെ ജയിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്നിട്ട് വല്ല കാര്യമുണ്ട്. മറ്റുള്ളവരാണ് എന്നെക്കൊണ്ട് ജയിച്ചതെങ്കിൽ അവരാണ് മാനസാന്തരപ്പെടുന്നത്, ഞാനല്ല. ഞാൻ ചെയ്തതിന് മാത്രമേ എനിക്ക് മാനസാന്തരപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലും ജനങ്ങളെ പഠിപ്പിക്കാതെ കുമ്പസാരം എന്നും പറഞ്ഞ് ആളുകളെ മുമ്പിൽ കൊണ്ടിരുത്തി യാതൊരു അർത്ഥവുമില്ലാത്ത ചില കാര്യങ്ങൾ, പിന്നെ കഴിയുമെങ്കിൽ അവരിൽ നിന്ന് ചിലതൊക്കെ ചോർത്തെടുത്ത് അവരെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാമോ അത് കണ്ട് വലിയ ഡിവൈൻ മിനിസ്ട്രിയാന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്നേ വലിച്ചു ദൂരെ എറിയേണ്ടതാണ്. പക്ഷേ മനുഷ്യൻ ബുദ്ധി പ്രാപിക്കാൻ എപ്പോഴും വൈമനസ്യമുള്ളവനായിരിക്കും. അവൻ്റെ ജീവിത അനുഭവങ്ങളോടുള്ള ആ ഒരു പ്രസക്തിയിൽ സാഹചര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ, സാധ്യതകളെ മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം മനുഷ്യൻ ഇന്നും പ്രാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ ചങ്കുപിടിക്കുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു. പക്ഷേ യേശു എന്നെ രക്ഷിക്കുന്നത് സാത്താനിൽ നിന്നല്ല, നരകത്തിൻ്റെ തീയിൽ നിന്നല്ല, കെടാത്ത തീയിൽ നിന്നും മരിക്കാത്ത പുഴുവിൽ നിന്നുമല്ല. പിന്നെയോ യേശു എന്നെ രക്ഷിക്കുന്നത് എന്നിൽ നിന്ന് മാത്രമാണ്. ആ വിടുതലാണ് എനിക്ക് വേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇതിൻ്റെ 100% ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒരു വിശദീകരണം ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് തരാതിരിക്കാൻ യാതൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ചിന്തിപ്പീൻ. സത്യം നമ്മെ ഏവരെയും സ്വതന്ത്രരാക്കട്ടെ. ആമേൻ.